ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, ഒരു ജസ്റ്റ് ടെസ്റ്റായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ടെസ്റ്റായിട്ട് തന്നെ കാണണം, കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ആൻസർ പറയാൻ ശ്രമിക്കണം. സോ ഇതൊരു സെമി സർക്കിളാണ് കേട്ടോ, ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ വരയ്ക്കാം. ഇതൊരു സെമി സർക്കിളാണ്. ബോഡി ആണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ഓടി 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 ബി എന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. ഈ സെമി സർക്കിളിൻ്റെ ആണെങ്കിൽ റേഡിയസ് ഉണ്ട്, 6 ആണ് അതിൻ്റെ റേഡിയസ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാകും കുഞ്ഞുങ്ങളെ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? നമ്മൾ പറയും സാർ ഇത് ഫൈനൽ പൊസിഷനാണ്, സാർ ഇത് ഇനിഷ്യൽ പൊസിഷനാണ്. ഫൈനൽ പൊസിഷൻ ഇനിഷ്യൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് R ആണ് സാർ. സോ R+R എന്ന് പറഞ്ഞാൽ 2R ആണ് സാർ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് സാർ? 2R ആണ് നിങ്ങൾ പറയും. പറയത്തില്ലേ? പറയുമോ? ഓക്കെ, സെമി സർക്കിളാണ്, റേഡിയസ് R ആണ്. സോ ഇവിടെയും റേഡിയസ് ഉണ്ട്, R ആണ്. R+R എത്രയാണ്? 2R ആണ്. സോ ഈ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 2R ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 2R ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിലോ അപ്പോൾ നിങ്ങൾ പറയും സാർ അത് സെമി സർക്കിളാണ്, സർക്കിളിൻ്റെ പകുതിയാണ്. ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ സാർ അത് 2πr ആണെന്ന് പറഞ്ഞേനെ. സോ ഡിസ്റ്റൻസ്. സോ എനിക്ക് വേണ്ടുന്നത് ഈ ബോഡി സഞ്ചരിച്ച ഈ പാത്തിൻ്റെ ലെങ്ത് ആണ്. സോ ഫുൾ സർക്കിളാണ് നിങ്ങൾ എന്ത് പറഞ്ഞേനെ? 2πr എന്ന് പറഞ്ഞേനെ. ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞേനെ. അത് ഫുള്ളുണ്ടോ? ഇല്ല, പകുതിയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ചുള്ളൂ. അപ്പോൾ 2πrൻ്റെ പകുതി, 2πrൻ്റെ പകുതി എത്രയാ? πr ആണ് സാർ. നിങ്ങൾ പറയും അത് πr ആണ് സാർ. പറയത്തില്ലേ? പറയും. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. കാര്യം കുഞ്ഞു പിള്ളേരാണ്, കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. എൻ്റെ കയ്യിലൊരു കല്ലുണ്ട്. ഞാൻ ഈ കല്ലിനെ പൊക്കി മുകളിലേക്ക് എറിഞ്ഞു. അത് h ദൂരം ട്രാവൽ ചെയ്തു. കണ്ടോ എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്തു? h ഹൈറ്റ് ട്രാവൽ ചെയ്തു. എന്നിട്ട് ഇത് കല്ല് നേരെ താഴെ വന്ന് വീണു. കണ്ടോ, കല്ല് നേരെ മുകളിൽ പോയി നേരെ താഴെ വന്ന് വീണു. അല്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് എടുത്തെറിഞ്ഞു, ക്യാച്ച് ചെയ്തു. കണ്ടോ, മുകളിലേക്ക് എടുത്തെറിഞ്ഞു, ഞാനതിനെ ക്യാച്ച് ചെയ്തു. സോ എൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആകെ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ്. അങ്ങോട്ട് h പോയി, ഇങ്ങോട്ട് h വന്നു. സോ h+h എത്രയാണ്? h+h എത്രയാണ്? 2h ആണ് സാർ എന്ന് പറയും. നിങ്ങൾ പറയത്തില്ലേ? പറയും. ഡിസ്പ്ലേസ്മെൻറ്റോ കുഞ്ഞുങ്ങളെ? ഡിസ്പ്ലേസ്മെൻറ്റോ? സോ കല്ല് മുകളിലോട്ട് പോയി, മുകളിൽ പോയി താഴെ വന്ന് വീണു. സോ വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ? ഇവിടെ തുടങ്ങി, ഫൈനൽ പൊസിഷൻ അവിടെ തന്നെ ആയിരുന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മാറി, 0 ആയിട്ട് മാറി. കണ്ടോ, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പക്ഷെ എന്തുണ്ടായിരുന്നു? ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു കെട്ടിടമാണ് കേട്ടോ, ഇതൊരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ഹൈറ്റ് ആണ്. എത്ര ഹൈറ്റ് ഉണ്ട്? h ഹൈറ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു കല്ലിനെടുത്ത് എറിയാൻ പോവുകയാണ്. കല്ല് ഇവിടെ തെറിഞ്ഞു, ഇങ്ങനെ കല്ല് മുകളിൽ പോയി നേരെ താഴെ വന്ന് വീണു. കണ്ടോ, കല്ല് ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞു, അത് ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീണു. എത്ര ദൂരം മുകളിൽ പോയി? അത് x ദൂരം മുകളിൽ പോയി. കണ്ടോ, കെട്ടിടത്തിൽ നിന്നും x ദൂരം മുകളിൽ പോയി. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? സോ നിങ്ങൾ പറയും സാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ പോയി സാർ, x പോയായിരുന്നു. ഇവിടുന്ന് ഇവിടെ വരെ പോയി, x പോയായിരുന്നു.
ഇവിടെ പോയിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഉണ്ടോ? ഇവിടെ പോയിട്ട് ഇവിടെ എത്തി. സോ എക്സ് ദൂരം പോയി. ഇവിടുന്ന് ഇവിടം വരെ എക്സ് ആയിരുന്നു. ഇവിടുന്ന് ഇവിടം വരെ എത്തി. അതും എക്സ് ആണ്. സാർ വീണ്ടും എക്സ് ദൂരം ട്രാവൽ ചെയ്തു. ഇവിടെ നിന്നും ഇവിടെ വീണു. എത്ര ദൂരം ട്രാവൽ ചെയ്തു? എച്ച് ദൂരം ട്രാവൽ ചെയ്തു. സോ ഞാൻ പറയും സാർ അത് 2x ഉണ്ട്. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ദൂരം ട്രാവൽ ചെയ്തു. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. മനസ്സിലായോ? സോ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ എന്തായിരുന്നു? എക്സ് ആയിരുന്നു. ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ്, അതും എക്സ് ആണ്. പിന്നെ ഇത് എത്രയാണ്? അത് എച്ച് ആണ്. സോ എക്സ് പ്ലസ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇനിഷ്യൽ പൊസിഷൻ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? എച്ച് ആണ്. എത്രയാണത്? എച്ച് ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സാർ. അങ്ങനെയെങ്കിൽ ഞാനൊരു കിടുക്കാച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. കുഞ്ഞു ക്വസ്റ്റ്യൻ ആട്ടോ, പേടിക്കൊന്നും വേണ്ട. കുഞ്ഞി പിള്ളേരുടെ അടുത്ത് കുഞ്ഞു ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. കണ്ടോ? ഇതൊരു ചരിവാണ്. ഇത് എക്സ് ആണ്. ഇവിടുന്നൊരു ബ്ലോക്ക്, ഒരു കട്ട നിരങ്ങി ഇവിടെത്തി. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഓക്കെ, ഒരിക്കലും പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കളയരുത്. കാര്യം എക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്ക്, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. ഇതാണ് ഫൈനൽ പൊസിഷൻ. മനസ്സിലായോ? ബോഡി ഇങ്ങനെയാണ് മൂവ് ചെയ്തത്. സ്ട്രെയിറ്റ് ലൈനിലാണ് ബോഡി മൂവ് ചെയ്തത്. നമ്മൾ പറയും ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. സോ ഡിസ്റ്റൻസ് ആർക്ക് സെയിം ആണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് സെയിം ആണ്. രണ്ടും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ഇനി എത്രയാണത്? ഇതാണ് സാർ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറയുകയാണ് അതിനെ എ എന്ന് പറയാൻ പോവാണ്. സോ എനിക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ട്രയാങ്കിളിനകത്ത് എങ്ങനെയാണ് എ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം. നോക്ക്, ഈ ട്രയാങ്കിളിനകത്താണെങ്കിൽ തീറ്റയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈനാണ്. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനൂസ്. സോ ഞാനാണെങ്കിൽ ഇവിടെ കോസ് തീറ്റ എടുക്കാൻ പോവുകയാണ്. കോസ് തീറ്റ. കാര്യം എനിക്ക് ഹൈപ്പോട്ടനൂസ് വേണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. മനസ്സിലാവുണ്ടോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ കോസ് തീറ്റ. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എയിൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായോ? സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞാനൊരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവുകയാണ്. അതായത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ടെസ്റ്റാണ്. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. സോ ഒരു സർക്കിളുണ്ട് കേട്ടോ. ഇതൊരു സർക്കിളാണ്. എ എന്നൊരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് ഒരു ബോഡി ഇങ്ങനെ സഞ്ചരിച്ച് അത് ബി എന്നൊരു പോയിന്റിൽ എത്തിച്ചേർന്നു. റേഡിയസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ, റേഡിയസ് ഒക്കെ ഉണ്ട്. 6 ആണ് റേഡിയസ്. ഈ ആംഗിളാണ് തീറ്റ. എത്രയാണ്? തീറ്റ. അങ്ങനെയെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്? എത്രയാണ് ഡിസ്റ്റൻസ്? സോ ബോഡി എങ്ങനെ സഞ്ചരിച്ചേ? ബോഡി ഇങ്ങനെ സഞ്ചരിച്ചത്.
ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്. ഓക്കെ, സോ എനിക്കറിയാം തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്, ഞാൻ പറയുകയാണ് ആർക്ക് ലെങ്ത് ആണ് ഇത് അല്ലേ, ആർക്ക് ലെങ്ത് എ ഡിവൈഡ് ബൈ റേഡിയസ്. മനസ്സിലായോ? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. സോ നമുക്ക് എന്താ വേണ്ടുന്നത്, എ ആണ് വേണ്ടുന്നത്. എ വിച്ച് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. സോ എനിക്ക് എന്ത് കണ്ടുപിടിച്ചു, എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്ത് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. സോ ഏതാ ഡിസ്പ്ലേസ്മെൻറ്റ്, സാർ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ പറയും സാർ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ശരിയല്ലേ? നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള നേർരേഖാ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, സാർ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കുഞ്ഞുങ്ങളെ. കാരണം ട്രയാങ്കിൾ ഉണ്ട്, ഒരു ആംഗിൾ ഉണ്ട്, നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. നോക്ക്, ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കണേ, ഞാൻ ഇവനെ രണ്ടായിട്ട് മുറിക്കാൻ പോവുകയാണ്. സോ എത്ര ആംഗിളാണ് ഇത്, തീറ്റ ബൈ 2 ആണ്. സോ എത്രയാണ്, ഞാൻ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എക്സ് എന്ന് പറയാൻ പോവാണ്. എത്രയാണ്, എക്സ് ആണ്. സോ ഈ ആംഗിൾ എനിക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് എനിക്കറിയാം, ആ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡ് എനിക്കറിയാം, ഇത് എത്രയാണത്, 6 ആണ്, റേഡിയസ് ആണ്. സോ എക്സ് കണ്ടുപിടിക്കാമല്ലോ. സോ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കാം സൈൻ തീറ്റ. സൈൻ തീറ്റ എത്രയാണ്, തീറ്റ ബൈ 2 എന്ന് പറയണം അല്ലേ. ഈ ആംഗിൾ എത്രയാണത്, തീറ്റ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ അഡ്ജസറി ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, 6. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇവിടെ കൊണ്ടുവന്നാൽ ആർ സൈൻ തീറ്റ ബൈ 2. സോ എക്സിൻ്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞു. കാര്യം ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ, നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്. സോ എക്സ് പ്ലസ് എക്സ് എത്രയാണ്, 2x ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് which is equal to 2x which is equal to, ശരിയല്ലേ, ഇത് എക്സ് ഉണ്ട്, എക്സ് പ്ലസ് എക്സ് എത്രയാണ്, 2x. സോ 2x which is equal to 2r ഉണ്ടോ, ഇത് എക്സ് ആണെങ്കിൽ r സൈൻ തീറ്റ ബൈ 2 ആണ്. സോ 2x എത്രയായിരിക്കും, 2r സൈൻ തീറ്റ ബൈ 2. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ. കുഞ്ഞുങ്ങൾ, ഇതൊരു ഷോർട്ട് കട്ടാണ്. അതെന്താണ്, ഒരു ഷോർട്ട് കട്ടാണ്, ഒരു ട്രിക്കാണ്. ഓർത്ത് വെക്കണം, ഈ ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് ഈ ട്രിക്ക്, 2 ഈക്വൽ സൈഡ് ഉണ്ടോ, സൈഡ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കണം ഉണ്ടോ, 2 ഈക്വൽ സൈഡ്. അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അങ്ങനെയെങ്കിൽ ഈ 2 സൈഡുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്കിനി എക്സ് എന്ന് വിളിക്കാം. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 2x ആയിക്കോട്ടെ, എക്സ് നേരത്തെ എഴുതിയായിരുന്നു. സോ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എക്സിനെ മാറ്റാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ക്യൂ എന്ന് വിളിക്കാൻ പോവാണ്. ക്യൂ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ക്യൂ ആണ്. സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 2r സൈൻ തീറ്റ ബൈ 2 ആയിരിക്കും. ഇത് ഏത് കണ്ടീഷനിലാണ്, ഈ 2 സൈഡ് സെയിം ആയിരിക്കണം, അവയ്ക്കിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അങ്ങനെയെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും, ഇതായിരിക്കും. മനസ്സിലായോ, ട്രിക്കാണ്, ഓർത്തിരിക്കണം. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസ്സസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്.
ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.